എന്താണെന്ന് അവിടെയുള്ള ആളോട് ചോദിച്ചിട്ട് അവർ തന്നെ ഉത്തരം പറയട്ടെ എൻ്റെ അപമര്യാദ എന്താണെന്ന്. ഈ SFI കാരോട് എന്നോട് ചെയ്തതിന് ഞാൻ ഈ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. അവരുടെ കാര്യങ്ങളൊന്നും എൻ്റെ നേരെ അവർ ചെയ്യാൻ വന്നതൊന്നും അവർക്ക് അവിടെ നടന്നിട്ടില്ല. അത് ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പ്രതികാരമായിട്ടായിരിക്കും ഇന്ന് അവർ പറയുന്നത് ഞാനെന്താ അവിടെ അപമര്യാദയായി പെരുമാറി. അതിനെതിരെ മാസമായിട്ട് അവർ സൈൻ ഇട്ട് കൊടുത്ത കാര്യം ഇതിനു വേണ്ടിയാണ്. കാരണം എനിക്ക് ഫുഡ് തരാതിരുന്നതിന് ഞാൻ പ്രതിഷേധിച്ചതിന് അത് അവരുടെ നേതൃത്വത്തിന് അവർ കൊടുത്തു. അത് കാരണം അവർ എന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് SFI ആണ് ഇടപെട്ടതെന്നൊക്കെ പറയുന്നത്. എൻ്റെ ഗൈഡ് എൻ്റെ സാബു തോമസ് സാറിന് എൻ്റെ കൂട്ടുകാർ സൈൻ ഇട്ട് കൊടുത്തു എനിക്ക് ഫുഡ് തരുന്നില്ലെന്ന് പറഞ്ഞിട്ട്. സാറിന് സ്റ്റുഡൻറ്റിനുള്ളൊരു പ്രശ്നമായത് കാരണം സാർ യൂണിവേഴ്സിറ്റിയെ പോയി സമീപിച്ചു. അതും ആലോചിച്ച് നോക്കണം, SFI കാർ ഇടപെട്ടിട്ടാണോ അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നു, ഫുഡ് തരില്ലേ? യൂണിവേഴ്സിറ്റി SFI ഭരിക്കുമെന്ന് അവർ പറയുന്നില്ല ഹോസ്റ്റലിൽ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഓർഡർ ഇട്ടിട്ടാണ് അവിടെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ യൂണിവേഴ്സിറ്റി. അതൊന്ന് ആലോചിച്ചാൽ അറിയാലോ അതിലെ ഗൗരവം. ഒരു ഓർഡർ ഇട്ടാൽ മാത്രമേ എനിക്ക് ഫുഡ് തരുള്ളൂ എന്നുള്ള അവസ്ഥയാണ് യൂണിവേഴ്സിറ്റി അന്ന് സംജാതമായത്. അപ്പോൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച SFI ആണെന്ന് പറയുന്നത് വെറുതെ എന്നുള്ള അവരെ ദ്രോഹിക്കുക ചെയ്തത്. അവർ തിരിച്ചെടുക്കാൻ സഹായിക്കല്ലേ, തിരിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ കളിച്ചത്. ബട്ട് ഗൈഡ് പോയി ഇടപെട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓർഡർ ഇട്ടിട്ടാണ് എനിക്ക് ഫുഡ് നടത്തിയിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പം MPhilലെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇത് PhDക്കാണ് നടക്കുന്നത്. ഇത് PhD ഹോസ്റ്റലിൽ മാനസായിരുന്നില്ല നിന്ന് ഞാൻ MPhilന് ഹോസ്റ്റലിൽ പിന്നെ ഉണ്ടാകുന്നത് അന്വേഷണ കമ്മീഷനെ വെച്ചു യൂണിവേഴ്സിറ്റി. VT ജയമ എന്നൊരു അന്വേഷണത്തിന് ഒരു മാഡത്തിനെ വെച്ചു. അപ്പോൾ ആ മാഡം എൻ്റെ അടുത്ത് എൻക്വയറി ചെയ്ത കാര്യങ്ങൾ, ഹോസ്റ്റലിലെ സംഭവങ്ങൾ, അത് എൻക്വയറി റിപ്പോർട്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ എഴുതി കൊടുത്തിരുന്നു. അതിപ്പോഴും എൻ്റെ ഫോട്ടോ കോപ്പി ഒക്കെ ഉണ്ട്. അതിൽ നസീറയുടെ എടുത്തുന്നു, സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്തു. പക്ഷെ അതൊക്കെ അവരും ഇടത് അസോസിയേഷൻ്റെ ആളായിരുന്നു ആ അന്വേഷണത്തിന് വെച്ച ആളും. ഇതൊന്നും എനിക്കറിയത്തില്ല, ഇവരുടെ ബിഗ് പ്ലേസ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സത്യസന്ധമായിട്ട് നീതി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിത് ചെയ്തതാണ്. അപ്പോൾ അവരതിലെന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ദീപനെ ഹോസ്റ്റലിൽ മാറ്റിക്കോളാൻ എങ്ങോട്ടാണ് അവരതിൽ കൊടുത്തേക്കുന്ന കാര്യം. കാരണം എന്നെ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് അങ്ങ് മാറ്റിയാൽ മതി. കാരണം അതായിരിക്കും ചിലപ്പോൾ ഇവരുടെ ആവശ്യം. കാരണം എന്നാലും അവരുടെ കളികൾ അവിടെ നടക്കത്തുള്ളൂ. എന്നെ മറ്റേതെങ്കിലും ഹോസ്റ്റലിൽ വേക്കൻസി വരുന്ന മുറിക്കൊന്ന് മാറ്റി വെക്കുക എന്നാണ് VT ജയമ കൊടുത്ത റിപ്പോർട്ട്. അങ്ങനെ എന്തോ ഒരു ഓർഡർ യൂണിവേഴ്സിറ്റി ഇവിടെ ഹോസ്റ്റലിലേക്ക് വരികയും ചെയ്തെന്ന് തോന്നുന്നു. അതാണ് ആ കാര്യത്തിൽ അവരെടുത്ത നടപടി. പിന്നെ അപ്പോൾ ഞാൻ ഓർത്തു ഏതായാലും ഹോസ്റ്റലിൽ ഞാൻ കോഷൻ ഡെപ്പോസിറ്റൊക്കെ വാങ്ങി ഞാൻ പുറത്ത് നിൽക്കുകയാണല്ലോ. വിചാരിച്ചു ഇനി എന്തിനാണ് ഞാനിങ്ങനെ പുറത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും തിരിച്ച് കോഷൻ അടച്ച് ഞാൻ മെസ്സിൽ ജോയിൻ ചെയ്യുന്നു. ഇവർ ഇതുപോലെയൊക്കെ മത്സരിക്കല്ലേ. അതിൽ ഫുഡ് അവിടെ ഉണ്ട് താനും. പിന്നെ ഫുഡ് കുറച്ച് മെച്ചപ്പെടാൻ തുടങ്ങി. പിന്നെ അവിടെ വന്ന് പിന്നെ വന്ന് കയറാൻ നോക്കും. കോഷൻ അടച്ച് വന്ന് ഫുഡ് എടുക്കാൻ വേണ്ടി കയറാൻ വന്നു. അപ്പോൾ ഈ ജിജി എന്ന് പറയുന്ന കുട്ടി SFIൻ്റെ യൂണിയൻ ചെയർപേഴ്സണാണ്. ജിജി വന്നിട്ട് പറഞ്ഞു തനിക്കിവിടെ ഫുഡ് തരില്ല എന്ന് പറഞ്ഞു. ദീപയ്ക്ക് ഇവിടെ ഫുഡ് തരത്തില്ല എന്ന് പറഞ്ഞു. എന്ത് ന്യായമാടാ, ഞാൻ പൈസ അടച്ചിട്ടുണ്ടല്ലോ, ഇതാ നിങ്ങൾ എൻ്റെ റിസീപ്റ്റ് ഇതാ, എന്താ കാരണം എന്ന് പറയാൻ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ഒരിക്കൽ ഇവിടുന്ന് മെസ്സിൽ ഒരിക്കൽ പോഷൻ വാങ്ങി തിരിച്ചു പോയ ആളെ. അപ്പോൾ അന്ന് കാരണം ഉണ്ടായിരുന്നു, ഫുഡ് മോശമാണ്, ഇപ്പോൾ ഫുഡ് എനിക്ക് വീണ്ടും വേണം, അത് കാരണം വന്നാണെന്ന് പറഞ്ഞു. തരത്തില്ലെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി മെസ്സിലെ ഫുഡ് തരില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നപ്പം എന്തെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഓക്കെ ഇവർ മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കുക, അതിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഇന്നൊരു ഓഡിറ്റ് അവിടെ കൃത്യമായിട്ട് അവിടെ വന്നിട്ട് കൃത്യമായിട്ട് അറിയാം ഏതൊക്കെ വഴിക്ക് കാശ് പോയിട്ടുണ്ട്, ആരാണ് കാശ്. നല്ലൊരു ബിഗ് ഒരു കളി അവിടെ ആ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളിലെ ഈ അക്കൗണ്ട് വെച്ചിട്ട് അവിടെ കളിക്കുന്നുണ്ട്. അതിന് അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ വേറെ ആളുകളാണ്. അവർ തന്നെയായിരിക്കും ഇപ്പോൾ ഇതൊക്കെ കൊണ്ട് പുറത്തേക്ക് വന്നേ വിശ്വസിക്കുന്നത്. എന്താ ചെയ്യുക, തരില്ല എന്ന് പറഞ്ഞു. ഞാൻ നേരെ അന്നപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് തൊട്ട് ഫ്രണ്ടിൽ ഞാൻ ഇറങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞു ഇതിനൊരു തീരുമാനം രജിസ്റ്റർ. അന്ന് രാത്രി ഫുഡിന് ഞാൻ ചെന്നത്, ഫുഡ് തരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്കറിയണം. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ എനിക്കൊരാൾക്ക് ഫുഡ് തരില്ലെങ്കിൽ, ഇത്ര സീനിയർ ഒരാൾ എനിക്ക് ഇവിടെ ഫുഡ് തരില്ലെങ്കിൽ എന്താ കാരണം എന്ന് എനിക്കറിയണം. അത് രജിസ്ട്രാറോ അല്ലെങ്കിൽ വാർഡനോ വിളിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനം പറഞ്ഞാലേ ഞാൻ വിളിക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ തൊട്ട് വെളിയിൽ അങ്ങ് ഇറങ്ങിയിരുന്നു. അതായത് വെളിയിൽ മീൻസ് ഗേറ്റിൻ്റെ പുറത്തല്ല, ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇറങ്ങിയിരുന്നു. എനിക്ക് ഫുഡ് കിട്ടിയിട്ട് ഞാൻ തീരുമാനമാക്കണം ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്വച്ഛാധികരണം അതൊക്കെ പണ്ട് അങ്ങനെ നിങ്ങൾ കരുതണ്ട. ഇതിൽ നിങ്ങൾ പറയുന്ന പോലെ ആണെങ്കിൽ അങ്ങനെയാണെന്ന് യൂണിവേഴ്സിറ്റി പറയണം. ജിജി പറയുന്ന പോലെ ആണെങ്കിൽ ദീപയ്ക്ക് ഫുഡ് തരില്ലെങ്കിൽ അത് യൂണിവേഴ്സിറ്റി പറയണം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റുണ്ടാണെന്നുള്ളത് എനിക്കറിയണം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ രജിസ്ട്രാർ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, വിളിച്ച് സെക്യൂരിറ്റീസ് ഒക്കെ വന്നു. അപ്പുറത്തെ ഹോസ്റ്റലിൽ അപ്പത്തേക്ക് ഇവർ SFIക്കാരെ വിളിച്ചു വരുത്തി. എന്നുള്ള ഹോസ്റ്റലിനുള്ളിൽ അപ്പുറം ഉണ്ടായിരുന്ന എല്ലാ SFIയിലെ നേതാക്കന്മാരും ക്യാമ്പസിൻ്റെ ഉള്ളിലെത്തി. എന്നുള്ള ഹോസ്റ്റലിനുള്ളിൽ രാത്രി അതൊക്കെ അവർക്ക് പറ്റും. എന്നുള്ള ഹോസ്റ്റലിനുള്ളിൽ അവർക്ക് രാത്രി അവർക്ക് മീറ്റിംഗ് വിളിച്ചു കൂട്ടാനൊക്കെ SFIക്കാർക്ക് പറ്റും.
ഞാനിങ്ങനെ ആണുങ്ങൾ ഉൾപ്പെടെ ഒക്കെ വന്നു യൂണിവേഴ്സിറ്റി എന്നുള്ള ഹോസ്റ്റലിനുള്ളിലേക്ക് വന്നു. ഒരു 8:30 ടൈം ആയെന്ന് തോന്നുന്നു, 8:30 പോകുന്നു. പിന്നെ സെക്യൂരിറ്റീസ് വന്നിട്ട് യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് രജിസ്ട്രാർ അവരോട് പറഞ്ഞു, ഇന്നപോലെ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഞാൻ BC അല്ലെങ്കിൽ രജിസ്ട്രാർ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങിയിരുന്നു രാത്രി ഫുഡ് വരാതിരിക്കുന്നതിന്. അവർ പറഞ്ഞു രജിസ്ട്രാർ പിറ്റേന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു കയറ്റി. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഹോസ്റ്റലിനുള്ളിലേക്ക് കയറി. അത് അവർക്ക് അവര് ചെയ്ത കാര്യങ്ങൾ ഞാൻ പ്രതിഷേധിച്ചില്ലേ, അവരെനിക്ക് ഫുഡ് തരുമെന്ന് ഞാൻ പ്രതിഷേധിച്ചില്ലേ, അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഹോസ്റ്റലിലെ കംപ്ലീറ്റ് കുട്ടികളുടെ ഒപ്പിട്ട് വാങ്ങിയവര്. ഞാൻ അത്രയും കുട്ടികളെ ഞാൻ അപമാനിച്ചെന്നും പറയുന്നുണ്ട്. അവരെന്നോട് ചെയ്ത കാര്യമല്ല ദ്രോഹം. ഞാൻ എന്നോട് അവർ ചെയ്ത ദ്രോഹത്തിന് ഞാൻ പ്രതിഷേധിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് വെളിയിൽ ഇറങ്ങിയിരുന്നതാണ് ദ്രോഹം. അതൊക്കെ അവരൊക്കെ തന്നെ ആയിരിക്കും. അപ്പുറം തൊട്ട് ഹോസ്റ്റലിലിരിക്കുന്ന ആരിഫ്, അന്ന് ആളുകളൊക്കെ കണ്ടാൽ എനിക്കറിയാം. ഇന്നും അവരവിടെയൊക്കെ തന്നെ ഉണ്ട്. അവരാളുകളെയൊക്കെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തും. അത് എന്നിട്ട് ഇവര് കൊണ്ടുപോയിട്ട് എന്താ പറയാ, കുട്ടികളൊക്കെ നടന്ന് എല്ലാവരും ഒപ്പ് ശേഖരിച്ച് ഞാൻ അവരെ എന്ത് അപമാനിച്ചെന്ന് ലേഡീസ് ഇരിക്കുന്ന രാത്രി കാലത്ത് പെൺകുട്ടികൾ മാത്രമുള്ള ഹോസ്റ്റലിൽ ഞാൻ ഇങ്ങനെ എന്തോ ഒരു അതിക്രമം കാണിച്ചു, എന്തോ കാരണം പുറത്തിറങ്ങിയിരുന്ന് അവരെയൊക്കെ അപമാനിച്ചതിന് തുല്യമായെന്നോ അവരുടെ മുടങ്ങ ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നൊക്കെ പറഞ്ഞ് യൂണിവേഴ്സിറ്റി കൊണ്ട് പരാതി കൊടുത്തു. മത്സമ്മ മേഡം പിറ്റേന്ന് ഞങ്ങളെ വിളിച്ചു. ഇത് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇവരെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഈ ഫുഡ് കൊടുക്കാതിരുന്നതിന് ഇവളിന്ന് ലീഗലി പോയിട്ട് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒപ്പിട്ടത് നിങ്ങളെല്ലാം അകത്താന്ന് പറഞ്ഞു അവരോട്. ഇവർക്ക് ഫുഡ് കൊടുക്കാതിരുന്നത് ശരിയാണോ? ശരിയാണ്. ഇത് എന്തിന്റെ ബേസിലാണെന്ന് ചോദിച്ചവരോട്. ഇതിൽ അവള് ചെയ്ത തെറ്റുകൾ എന്താണെന്ന് അറിയണം. അപ്പൊ തെറ്റുകളൊന്നും എന്റെ ഭാഗത്ത് വന്നിട്ടില്ല. ഞാൻ ഈ 2 കാര്യങ്ങൾ മുന്നേ പറഞ്ഞിരുന്നു. മിനി സ്റ്റേറ്റ്മെന്റ് വേണമെന്നും ഈ പെയ്ഡായിട്ട് കൊടുക്കുന്ന ഫുഡിന് റേറ്റ് മറ്റേ ഹോസ്റ്റലിൽ ഈക്വലി ചെയ്യണം. പിന്നെ ഇവർ പറഞ്ഞേക്കുന്ന എന്താ പറയുക, എന്നെ കൊണ്ട് അടപ്പിക്കാന്ന് പറഞ്ഞ പൈസ ഇവർക്ക് എന്നെ കൊണ്ട് അടപ്പിക്കാനും പറ്റില്ല. ഈ വാശിക്കാണ് ഇവർ ഈ ജോലി ചെയ്തിരുന്നത്. ഈ എല്ലാ കുട്ടികളുടെ മാസമായിട്ട് സൈൻ വാങ്ങിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിൽക്കണം. മാഡം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവള് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അകത്തായിരിക്കും ഈ കുട്ടികളോട് പറഞ്ഞു. പിന്നെ ഇവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. എൻ്റെ പരാതി അപ്പം എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ കൂടി ഒപ്പിട്ടിട്ട് എൻ്റെ ഗൈഡിനെ പോയി കണ്ടു. സാബു തോമസ് സാറിനെ കണ്ടിട്ട് പറഞ്ഞു, ദീപികയോട് ഫുഡ് കൊടുക്കുന്നില്ല, സാറ് അതിന് തീരുമാനമാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പോയി, സാബു തോമസ് സാറ് പോയിട്ട് VC കാണേണ്ടി വന്നു. കാരണം ഇങ്ങനെയുള്ള പീഡനങ്ങളാണ് അവിടെ നടത്തുന്നത്. സാറ് പോയി VC കണ്ടപ്പോൾ VC ഓർഡർ ഇട്ട് എനിക്ക് ഫുഡ് കൊടുക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഹോസ്റ്റലിൽ ഞങ്ങൾ ലേഡീസ് മാത്രം നിൽക്കുന്ന ഒരു ഹോസ്റ്റലിലെ കാര്യങ്ങൾ ആരാണ് രാത്രി ഫുഡിന് ഞാൻ ചെന്നത്. ഫുഡ് തരില്ലായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്കറിയണം. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ എനിക്ക് ഒരാൾക്ക് ഫുഡ് തരില്ലെങ്കിൽ, ഇത്ര സീനിയർ ഒരാൾ എനിക്ക് ഇവിടെ ഫുഡ് തരില്ലെങ്കിൽ എന്താ കാരണം എന്ന് എനിക്കറിയണം. അത് രജിസ്ട്രാറോ അല്ലെങ്കിൽ വാർഡനോ വിളിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനം പറഞ്ഞാലേ ഞാൻ വിളിക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ തൊട്ട് വെളിയിലാണ് ഇറങ്ങിയിരുന്നു. അതായത് വെളിയിൽ മീൻസ് ഗേറ്റിൻ്റെ പുറത്തല്ല, ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇറങ്ങിയിരുന്നു. എനിക്ക് ഫുഡ് കിട്ടിയിട്ട് ഞാൻ തീരുമാനമാക്കണം എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഒരു സ്വേച്ഛാധികരണം അതൊക്കെ പണ്ട്, അങ്ങനെ നിങ്ങൾ കരുതണ്ട. ഇതിൽ നിങ്ങൾ പറയുന്ന പോലെ ആണെങ്കിൽ അങ്ങനെയാണെന്ന് യൂണിവേഴ്സിറ്റി പറയണം. ജിജി പറയുന്ന പോലെ ആണെങ്കിൽ ദീപിക ഫുഡ് തരില്ലെങ്കിൽ അത് യൂണിവേഴ്സിറ്റി പറയണം. അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റെന്താണെന്നുള്ളത് എനിക്കറിയണം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ രജിസ്ട്രാർ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, വിളിച്ച് സെക്യൂരിറ്റീസ് ഒക്കെ വന്നു. അപ്പുറത്തെ ഹോസ്റ്റലിൽ അപ്പത്തേക്ക് ഇവർ SFIക്കാരെ വിളിച്ചു വരുത്തി. എന്നുള്ള ഹോസ്റ്റലിനുള്ളിൽ അപ്പുറം ഉണ്ടായിരുന്ന എല്ലാ SFIയിലെ നേതാക്കന്മാരും ക്യാമ്പസിൻ്റെ ഉള്ളിലെത്തി. എന്നുള്ള ഹോസ്റ്റലിനുള്ളിൽ രാത്രി അതൊക്കെ അവർക്ക് പറ്റും. എന്നുള്ള ഹോസ്റ്റലിനുള്ളിൽ അവർക്ക് രാത്രി അവർക്ക് മീറ്റിംഗ് വിളിച്ചു കൂട്ടാനൊക്കെ SFIക്കാർക്ക് പറ്റും. ഞാനിങ്ങനെ ആണുങ്ങൾ ഉൾപ്പെടെ ഒക്കെ വന്നു യൂണിവേഴ്സിറ്റി എന്നുള്ള ഹോസ്റ്റലിനുള്ളിലേക്ക് വന്നു. ഒരു 8:30 ടൈം ആയെന്ന് തോന്നുന്നു, 8:30 പോകുന്നു. പിന്നെ സെക്യൂരിറ്റീസ് വന്നിട്ട് യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് രജിസ്ട്രാർ അവരോട് പറഞ്ഞു, ഇന്നപോലെ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഞാൻ BC അല്ലെങ്കിൽ രജിസ്ട്രാർ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങിയിരുന്നു രാത്രി ഫുഡ് വരാതിരിക്കുന്നതിന്. അവർ പറഞ്ഞു രജിസ്ട്രാർ പിറ്റേന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു കയറ്റി. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഹോസ്റ്റലിനുള്ളിലേക്ക് കയറി. അത് അവർക്ക് അവര് ചെയ്ത കാര്യങ്ങൾ ഞാൻ പ്രതിഷേധിച്ചില്ലേ, അവരെനിക്ക് ഫുഡ് തരുമെന്ന് ഞാൻ പ്രതിഷേധിച്ചില്ലേ, അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഹോസ്റ്റലിലെ കംപ്ലീറ്റ് കുട്ടികളുടെ ഒപ്പിട്ട് വാങ്ങിയവര്. ഞാൻ അത്രയും കുട്ടികളെ ഞാൻ അപമാനിച്ചെന്നും പറയുന്നുണ്ട്. അവരെന്നോട് ചെയ്ത കാര്യമല്ല ദ്രോഹം. ഞാൻ എന്നോട് അവർ ചെയ്ത ദ്രോഹത്തിന് ഞാൻ പ്രതിഷേധിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് വെളിയിൽ ഇറങ്ങിയിരുന്നതാണ് ദ്രോഹം. അതൊക്കെ അവരൊക്കെ തന്നെ ആയിരിക്കും. അപ്പുറം തൊട്ട് ഹോസ്റ്റലിലിരിക്കുന്ന ആരിഫ്, അന്ന് ആളുകളൊക്കെ കണ്ടാൽ എനിക്കറിയാം. ഇന്നും അവരവിടെയൊക്കെ തന്നെ ഉണ്ട്. അവരാളുകളെയൊക്കെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തും. അത് എന്നിട്ട് ഇവർ കൊണ്ടുപോയിട്ട്
എന്താ പറയുക, കുട്ടികളൊക്കെ നടന്ന് എല്ലാവരും ഒപ്പ് ശേഖരിച്ച് ഞാൻ അവരെ എന്തോ അപമാനിച്ചെന്ന് ലേഡീസ് ഇരിക്കുന്ന രാത്രി കാലത്ത് കുട്ടികൾ മാത്രമുള്ള ഹോസ്റ്റലിൽ ഞാൻ ഇങ്ങനെ എന്തോ ഒരു അതിക്രമം കാണിച്ചു, എന്തോ കാരണം പുറത്തിറങ്ങിയിരുന്ന് അവരെയൊക്കെ അപമാനിച്ചതിന് തുല്യമായെന്നോ അവരുടെ മുടങ്ങ ന്യായം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നൊക്കെ പറഞ്ഞ് യൂണിവേഴ്സിറ്റി കൊണ്ട് പരാതി കൊടുത്തു. മത്സമ്മ മേഡം പിറ്റേന്ന് ഞങ്ങളെ വിളിച്ചു, ഇത് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്, ഇവരെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഈ ഫുഡ് കൊടുക്കാതിരുന്നതിന് ഇവളിന്ന് ലീഗലി പോയിട്ട് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒപ്പിട്ടത് നിങ്ങളെല്ലാം അകത്താന്ന് പറഞ്ഞു അവരോട്. നമുക്ക് ഫുഡ് കൊടുക്കാതിരുന്നാൽ ശരിയാണോ? ശരിയാണ്. അത് എന്തിന്റെ ബേസിലാണെന്ന് ചോദിച്ചവരോട്. ഇതിൽ അവൾ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് അറിയണം ആദ്യം. അപ്പം തെറ്റുകളൊന്നും എൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. ഞാൻ ഈ 2 കാര്യങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് വേണമെന്നും ഈ പെയ്ഡായിട്ട് കൊടുക്കുന്ന ഫുഡിന് റേറ്റ് മറ്റേ ഹോസ്റ്റലിൽ ഈക്വലി ചെയ്യണം. പിന്നെ ഇവർ പറഞ്ഞേക്കുന്ന എന്താ പറയുക, എന്നെ കൊണ്ട് അടപ്പിക്കാന്ന് പറഞ്ഞ പൈസ ഇവർക്ക് എന്നെ കൊണ്ട് അടപ്പിക്കാനും പറ്റില്ല. ഈ വാശിക്കാണ് ഇവർ ഈ ജോലി ചെയ്തിരുന്നത്. ഈ എല്ലാ കുട്ടികളുടെ മാസമായിട്ട് സൈൻ വാങ്ങിയിട്ട് യൂണിവേഴ്സിറ്റി മാഡം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവള് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അകത്തായിരിക്കും ഈ കുട്ടികളോട് പറഞ്ഞു. പിന്നെ ഇവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. എൻ്റെ അപ്പം എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ കൂടി ഒപ്പിട്ടിട്ട് എൻ്റെ ഗൈഡിനെ പോയി കണ്ടു. സാബു തോമസ് സാറിനെ കണ്ടിട്ട് പറഞ്ഞു, ദീപികയുടെ ഫുഡ് കൊടുക്കുന്നില്ല, സാർ എന്ത് തീരുമാനമാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പോയി, സാബു തോമസ് സാറ് പോയിട്ട് VC കാണേണ്ടി വന്നു. കാരണം ഇങ്ങനെയുള്ള പീഡനങ്ങളാണ് അവിടെ നടക്കുന്നത്. സാറ് പോയി VC കണ്ടപ്പോൾ VC ഓർഡർ ഇട്ട് എനിക്ക് ഫുഡ് കൊടുക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഹോസ്റ്റലിൽ ഞങ്ങൾ ലേഡീസ് മാത്രം നിൽക്കുന്ന ഒരു ഹോസ്റ്റലിലെ കാര്യങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത്? ഒരു യൂണിവേഴ്സിറ്റിയിലെ VC ഒരു കുട്ടിക്ക് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഓർഡർ ഇട്ട യൂണിവേഴ്സിറ്റിയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. അന്ന് എന്താ ഒരു ഇതിന് തൊട്ട് മുന്നേ ഇരുന്നത് ബൗദ്ധവാസത്തിന് മുന്നേ ഒരാളിരുന്നില്ല, കുറച്ച് നാൾ മാത്രം, AV ജോർജ് സാർ. ആ സാറ് ഓർഡർ ഇട്ടിട്ടാണ് എനിക്ക് ഫുഡ് കിട്ടി തുടങ്ങിയ യൂണിവേഴ്സിറ്റിയിൽ. എന്നിട്ട് ഞങ്ങളൊരു മെസ് നടത്തി. എൻ്റെ കൂട്ടുകാർ റിസർച്ച് കോളേജ്, ഇവർക്കൊക്കെ പേടി, ഇവിടെ ഒരു ഭീകര അന്തരീക്ഷമാണ്. കാരണം ഹോസ്റ്റലിൽ ഇവരുടെ ഭരണം, ഇവർ പറയുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്തെന്നാലും ഇവർക്ക് പേടിയായി. മെസ് കാരണം ഞങ്ങൾ റൊട്ടേഷൻ ബേസിൽ വരുമ്പോൾ ഇവർ മെസ് എടുത്തേ പറ്റുള്ളൂ. അന്ന് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്ന സമയത്ത് മംഗളത്തിൽ ബാലു എഴുതിയ ഒരു ടീച്ചർ കണ്ടിട്ട് SFI അതിൽ പ്രവേശിച്ചിട്ടില്ല എന്നൊരു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടാണോ എഴുതിയെന്ന് അറിയാൻ വേണ്ടി AKRSൻ്റെ ഗോപികൃഷ്ണൻ എന്നെ വിളിച്ചു. ആ കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി ചോദിച്ചിട്ടാണോ, ചേച്ചി പറഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞു അല്ല, മീൻസ് അല്ല, എന്താ നിങ്ങളത് ചോദിച്ചതെന്ന് ചോദിച്ചു. അല്ല, അങ്ങനെ ഒരു ഇത് കണ്ടു, അത് ചേച്ചി ഒന്ന് എഴുതി തരാമോ? ചേച്ചി അല്ല പറഞ്ഞതെങ്കിൽ ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു വിഷയം ഇവിടെ നടന്നത് നിങ്ങൾ അറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. അതറിഞ്ഞു. അതിനെതിരെ നിങ്ങളുടെ ആക്ഷനൊന്നും ഞാൻ കണ്ടില്ല. ആ സ്ഥിതിക്ക് നിങ്ങളുടെ ആക്ഷനൊന്നും എനിക്ക് വേണ്ടി കാണാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി തരണം എന്ന് ചോദിച്ചു. അതിന് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളാം. AKRS SFIയുടെ റിസർച്ച് കോളേജിന് വേണ്ടിയിട്ടുള്ള സംഘടനയാണ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കണമെന്ന്, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി കാണാത്ത നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തിന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി തരണം? അതെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു. അതാണ് SFI സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അതെ, കാരണം ഞാനത് പറഞ്ഞ അത് പത്രത്തിൽ എഴുതുന്നതിന് വേണ്ടിയുള്ളത് അവർ ചെയ്തോട്ടെ. കാരണം അവർക്ക് ചിലപ്പോൾ പത്രസമ്മേളനം വിളിക്കാനായിരിക്കും അത്, ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് വേണ്ടി അവിടെ എന്നോട് സംസാരിച്ചിട്ട് പോലും ഇല്ല കുട്ടികളാരും. എന്താണ് വിഷയം എന്ന് പോലും ചോദിച്ചിട്ടില്ലാത്ത അവർ വന്നിട്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഈ AKRS ഒന്ന് ജസ്റ്റ് എൻ്റെ അടുത്ത് വിഷയങ്ങൾ ചോദിച്ചിരുന്നു കേട്ടോ. വിഷയങ്ങൾ ചോദിച്ചിരുന്നു. അവരെന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഈ ഗോപികൃഷ്ണൻ ഒരു ബിനു എന്ന് പറഞ്ഞൊരു കുട്ടിയും കൊണ്ട് എൻ്റെ അടുത്ത് കാര്യങ്ങൾ എന്താണെന്ന് എന്നോടൊന്ന് അവർ മാത്രം സംസാരിച്ചിരുന്നു. SFI വന്നിട്ടില്ല, ബട്ട് അവർ AKRS ഈ ഗോപികൃഷ്ണൻ ഈ കുട്ടിയും സംസാരിച്ചിരുന്നു. പക്ഷെ SFI ആണ് ഇങ്ങനെ പ്രതിഷേധിച്ചിട്ടില്ല എന്നുള്ളത് പത്രത്തിൽ വന്നേക്കുന്നത്. അപ്പോൾ AKRSയുടെ കാര്യമാണ് ഇവന് ചോദിക്കാൻ അർഹത. പക്ഷേ ഈ കുട്ടി എന്നോട് ഇതാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു SFIൻ്റെ ഭാഗത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ രീതിയിൽ പിന്നെ എനിക്കങ്ങനെ സ്റ്റേറ്റ്മെന്റ് തരാൻ അത്യാവശ്യം എനിക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതവിടെ മൈൻഡപ്പായി. അപ്പോൾ ഈ സുരാസിന് എതിരെയുള്ള ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത്തിന് വേണ്ടി സംസാരിച്ചവരൊന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ള തോന്നലാണ്. അതെ, അതെന്താണെന്ന് വെച്ചാൽ അവരുടെ റിപ്ലൈ എന്താ വെച്ചാൽ എനിക്ക് അറിയാൻ ഒരു കഥ, അത് എന്തുകൊണ്ടാണ്. കാരണം ഒരു പാർട്ടി കുടുംബത്തിൽപ്പെട്ടയാളും ഒരു പാർട്ടിയുടെ ബേസിൽ കണ്ണൂർ അവരുടെ കൂടെ അവർ കണ്ട ക്യാമ്പസ് അവർ കൂടെ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരാൾക്ക് വേണ്ടി അവർ നിലനിൽക്കാത്തത് എന്തുകൊണ്ടാണ്? മീൻസ് ഞാൻ അവരെ ആശ്രയിച്ചില്ല എന്നായിരിക്കും ചിലപ്പോൾ അവർ പറയുക. അങ്ങനെയാണോ അവർ SFI ഇപ്പോൾ രോഹിത് തമ്മിൽ അവർക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് അവരിപ്പോൾ അവന് വേണ്ടി പ്രതികരിക്കുന്നത്? ഇനി ഈവൻ ഞാനൊരു റിക്വസ്റ്റ് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അവർ പ്രതികരിക്കാത്തത് എന്നുള്ളത് അവർ പറഞ്ഞാൽ മതിയായിരുന്നു. മീൻസ് SFIക്ക് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാത്തതിൻ്റെ പേരിലാണോ?
മീൻസ് ഞാൻ ഈ പറയുന്ന ദളിത് ഞാൻ പരാതി കൊടുത്തിരുന്നില്ല. അവർ സ്വമേധയെ വന്ന് എൻ്റെ ഒരു വിഷമത്തിൽ പങ്കുചേർന്ന അങ്ങനെ അവർക്ക് വേണമെന്ന് തോന്നാഞ്ഞതാണോ? മീൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം പാർട്ടി എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴേ അതിൻ്റെ ഒരു ആൻസറും അതിൻ്റെ അകത്ത് ഹിഡനാണ്. ബട്ട് എനിക്കത് ഈ രീതിയിൽ അത് പ്രതികരിക്കുന്നുണ്ടപ്പോൾ അത് അറിയാനൊരു ഇത് തോന്നി, അത് കാരണം ചോദിച്ചതാണ്.